കേരള PSC ഈ നവംബർ മാസം നടത്താനിരിക്കുന്ന എക്സാമുകളുടെ കലണ്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറേ പേര് കാത്തിരുന്ന ഒരു എക്സാമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾ അല്ലേ. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകളിൽ ടർണറും ഫിറ്ററും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ടർണറും ഫിറ്ററും എക്സാം നമുക്ക് നവംബറിൽ വരുന്നുണ്ട്. എക്സാം ഡേറ്റ് ടർണറിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 14/11/2024 അതായത് നവംബർ 14 തീയതിയാണ് എക്സാം. അതുപോലെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കുകയും വേണം അല്ലേ. കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/9/2024 അതായത് സെപ്റ്റംബർ മാസം 11 തീയതിക്ക് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുക്കണം. അപ്പം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഈ എക്സാമിന് ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫർമേഷൻ ഒന്ന് കൊടുത്തിട്ടേക്കുക, മറന്നു പോകരുത്. എത്രയും വേഗം കൺഫർമേഷൻ കൊടുക്കുക. പലരും ഈ കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മിസ്സായിട്ട് എക്സാം എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എത്രയും വേഗം കൺഫർമേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് 11/9/2024 അപ്പോൾ ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാനൊന്ന് പറയാം. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് പ്രീവിയസ് ടർണർ എക്സാമുകളുടെയൊക്കെ സെയിം സിലബസ്, ഒരു വ്യത്യാസം പോലും ഇല്ലാത്തുള്ള സിലബസ് ആണ് നമുക്ക് നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള ഒരു 2-2.5 മാസം അല്ലെങ്കിൽ 2-3 മാസം നമ്മളുടെ മുമ്പിലുണ്ട് അല്ലേ. ആ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഇനഫായിട്ടുള്ള ടൈമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് സെയിം സിലബസ് തന്നെയാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ ഇത് നിമി ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സിലബസ് വന്നിട്ടുള്ളത്. പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, പുതിയൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഉള്ള ക്ലാസ്സുകൾ, നിങ്ങൾ എവിടെയെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ ഒരു 1-2 വട്ടം കണ്ട്, അതുപോലെ നിമി ബുക്ക് ഒരു 2 വട്ടമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ച് മെയിൻ പോയിന്റ്സ് ഒക്കെ നോക്കി ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് മാക്സിമം കണ്ടിട്ട് മോഡൽ എക്സാം കൂടെ അറ്റൻഡ് ചെയ്ത് പോകാനുള്ള സമയം ഈ 2.5 മാസം ആവശ്യത്തിനുണ്ട്. പക്ഷേ ഈ 2.5 മാസം നമുക്ക് ഫുള്ളി ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും. ആരാണോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അവർ മാക്സിമം സമയം ഇനി എന്തിനു കൊടുക്കുക, ഈ പഠനത്തിന് വേണ്ടി മാത്രം കൊടുക്കുക. അതല്ലാതെ ഒരു പാർട്ട് ടൈമായിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ അത്രയും ടൈം എടുക്കേണ്ടി വരും. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ അത് അനുസരിച്ച് സമയം കൊടുക്കണം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് സമയം കൊടുക്കണം. നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പഠനത്തിന് സമയം കൊടുക്കുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സമയം കൊടുക്കുക, അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി സമയം കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്നതെല്ലാം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ്. അതല്ല നേരത്തെ ഈ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ ആരംഭിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഒരു ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. മാർക്ക് ഓരോ മാർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കട്ട് ഓഫ് 80, 70, 75 ഒന്നും പോയാലും നമുക്ക് അതിശയം അല്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് അത്രയ്ക്ക് നല്ല കട്ട് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് അത്ര ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. പക്ഷേ 2.5 മാസം നല്ല സമയമാണ്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും വളരെ നല്ല സമയമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പക്കാ സിലബസിനെ ഫോക്കസ് ചെയ്ത് മാത്രം പഠിക്കുക, അല്ലാതെ കൂടുതൽ പുറത്തുനിന്നൊന്നും പഠിച്ച് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലാത്തവരൊക്കെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ടോപ്പിക്കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നോക്കാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഓൾറെഡി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ വെബിനാറിൽ നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഈ സിലബസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് ആദ്യമായിട്ടൊക്കെ കാണുന്നവർ, ഈ ഒരു എക്സാമിന് വേണ്ടി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സിലബസ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു എക്സാം പഠിക്കേണ്ട ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ ഞാൻ ജസ്റ്റ് വഴിയൊന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് 5 മാർക്കിനാണ്. മോഡ്യൂൾ 1 അതിൽ ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഏത് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്കും അതുപോലെ ട്രേഡ്സ്മാൻ എക്സാമുകൾക്ക് അല്ലെങ്കിൽ പറഞ്ഞാൽ ITI ലെവൽ എക്സാമുകൾക്ക് ഏതിനും നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അത് അവിടെ എന്താണ്, കുറേ ടൂൾസും അല്ലെങ്കിൽ മെഷറിങ് ഇൻസ്ട്രുമെൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളവിടെ പഠിക്കുന്നത്. ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ പല എക്സാമുകൾക്കും പഠിച്ചിട്ടുള്ളവർക്കറിയാം ഈ ടോപ്പിക്ക് നമ്മളവിടെ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റീൽ റൂൾസ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾസ്,
അല്ലെങ്കിൽ സ്റ്റീൽ റൂളിൻ്റെ മെറ്റീരിയൽ എന്താണ്, സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അല്ലേ, സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിമി ബുക്കിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങൾ നിമി ബുക്ക് എടുത്ത് നോക്കിയാൽ സ്റ്റീൽ റൂളിൻ്റെ ഒരു പോർഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് കാണും, സ്റ്റീൽ റൂൾ ഈസ് മെയ്ഡ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് കാണും. ഈ ഒരു സെൻറ്റൻസ് യഥാർത്ഥത്തിൽ PSC ഒരു ക്വസ്റ്റ്യൻ ആക്കി തന്നെയാണ് ചോദിക്കുന്നത്, അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ നിമി ബുക്കിൽ നിങ്ങൾ ഓരോ ലൈനും കാണുന്ന ഓരോ ലൈനിലെയും ഓരോ പോയിന്റ്സും ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചിന്തിക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഏത് ഒരു സെൻറ്റൻസ് കണ്ടാലും സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ ഹെഡിങ് എടുക്കുക, നിങ്ങൾ അതിനകത്തുള്ള ഏത് സെൻറ്റൻസുകൾ കണ്ടാലും നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ കാണും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ് കാണും, പറഞ്ഞാണ്. അപ്പോൾ അതിൽ നോക്കുക, നാരോ സ്റ്റീൽ റൂള് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പോൾ ഒരു 2-3 ടൈപ്പ് അവിടെ ഉണ്ടെന്ന് കരുതുക, 1, 2, 3 ടൈപ്പ് അവിടെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് അതിൽ ഒരെണ്ണമാണ് നാരോ സ്റ്റീൽ റൂള്. അപ്പം നിങ്ങൾക്ക് ചോദിക്കുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് പല ടൈപ്പ് പേരുകൾ കാണും. ഇപ്പം നാരോ സ്റ്റീൽ റൂൾ, പിന്നെ ഇതുമായിട്ടൊന്ന് ബന്ധമില്ലാത്ത കുറേ പേര് വെച്ചിട്ട് ഒരു സ്റ്റീൽ റൂൾ നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിലേതാണ് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ എന്ന് നോക്കുമ്പോൾ നമുക്കറിയണം, നാരോ സ്റ്റീൽ റൂൾ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ റൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞൊരു സ്റ്റീൽ റൂൾ ഉണ്ട് എന്നുള്ളത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്കവിടെ ക്വസ്റ്റ്യൻ ആക്കി അല്ലെ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾ ആലോചിക്കുക, അതിൽ ഓരോ സെൻറ്റൻസുകളും ഓരോ ഹെഡിങ്ങുകളും അതുപോലെ ചിലതൊക്കെ നമുക്കിങ്ങനെ ബോക്സ് ആയിട്ട് കൊടുക്കും. നിങ്ങൾ നോക്കിയാൽ മതി, നിമി ബുക്കിൽ നമുക്കിങ്ങനെ ബോക്സ് ആയിട്ടൊക്കെ ചില പോയിന്റ്സ് പറയുന്നുണ്ടായിരിക്കും, നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരിക്കും. അതിലെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ആ ഒരു ബോക്സിൽ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ നിമി ബുക്ക് വായിക്കുമ്പോഴത്തേക്കിനും ആ ഒരു രീതിയിൽ വായിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മോഡ്യൂൾ 1 വളരെ കോമൺ ആയിട്ടുള്ള മോഡ്യൂളാണ്, ടൈപ്സ് ഓഫ് വൈസസ്, ടൈപ്സ് ഓഫ് കാലിപ്പേഴ്സ്. ഇപ്പോൾ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് കാലിപ്പേഴ്സും പിന്നെ സ്റ്റീൽ റൂളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തരും. അപ്പോൾ നമുക്ക് നോക്കണം ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാ, ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെടുത്ത് നോക്കിയാൽ കാലിപ്പറിൽ ആദ്യം തന്നെ പറയുന്ന ലൈൻ അതാണ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ അല്ലെ, ഇറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്തു വെക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നിമിയിലെ ഓരോ ലൈനും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങളത് വായിക്കാൻ. പക്ഷേ അതൊരു 2 വട്ടം വായിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ സർഫസ് ഗേജസ്, ബ്ലോക്സ്, സ്ക്രൈബിംഗ് ബ്ലോക്ക്, അങ്ങനെ എല്ലാം ഈ ഹാക്സ് ഓഫ് ഫ്രെയിം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാക്സ് ഓഫ് ബ്ലേഡ്സും അതിൻ്റെ പിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് ചിസൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹാമറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, ഹാമർ ഹെഡിൻ്റെ ഒരു എൻഡ് നമ്മൾ എന്തായിരിക്കും, ഫേസ് എന്നായിരിക്കും പറയുന്നത്. അതുപോലെ ഈ ഒരു എൻഡ് നമ്മൾ ചീക്ക് എന്ന് പറയും, ചീക്ക്, ഇത് ഫേസ്, ഇവിടെ നമുക്കിങ്ങനെ പീൻ എന്ന് പറയും, പീൻ. ഓക്കെ, അപ്പം ഈ പാർട്സ് നമ്മളൊന്ന് നോക്കുക. ഇപ്പോൾ ഫേസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഫേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെ ആയിരിക്കും, വിച്ച് എമംഗ് ദ ഫോളോയിങ് അല്ലെ വിച്ച് ഈസ് എ സ്ട്രൈക്കിംഗ് പാർട്ട് ഓഫ് ദ ഹാമർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓപ്ഷൻ്റെ അകത്ത് എന്ത് കാണും, ഫേസ് കാണും, ചീക്ക് കാണും, പീൻ കാണും, ഹെഡ് കാണും. അപ്പം നമുക്കറിയാം ഫേസ് എന്ന് പറയുന്നതാണ് എന്ത്, സ്ട്രൈക്കിംഗ് പോർഷൻ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ലൈൻ അതുപോലെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ആ പഠിക്കുന്ന ഒരു രീതിയാണ്. അതിലെ ഓരോ ലൈനുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് അസ്യൂം ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് മോഡ്യൂൾ. ഞാൻ പറഞ്ഞല്ലോ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് മോഡ്യൂൾ വരുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ടെർണർ ബേസ് ചെയ്ത് വരുന്നുണ്ട്, അതായത് ആ ഒരു പർട്ടിക്കുലർ ട്രേഡ് ബേസ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഡ്രിൽ മെഷീൻസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കണം. ഡ്രില്ലിംഗ് മെഷീൻ ഡിഫറെൻറ്റ് പാർട്സ്, അതുപോലെ പഞ്ചസ്, ടൈപ്സ് ഓഫ് പഞ്ചസ് ഒക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പ്രിക് പഞ്ച്, ജസ്റ്റ് ഞാനൊന്ന് പറയാം, പ്രിക് പഞ്ച്, അതുപോലെ ഡോട്ട് പഞ്ച്, അതുപോലെ സെൻറ്റർ പഞ്ച്, ഇങ്ങനെ 3 ടൈപ്പ് പഞ്ചാണ് വരുന്നത് അല്ലേ. പഞ്ചസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത് അതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ പർപ്പസ് ഉണ്ട്, എന്തിനാ ഓരോന്നിനും ഓരോ പഞ്ചുകളും ഓരോ കേസിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പർപ്പസ് ഉണ്ട് അതിന്. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ അതുപോലെ അതിൻ്റെ ആംഗിളുകൾ പഠിക്കണം. ഇപ്പോൾ പ്രിക് പഞ്ച് പറഞ്ഞാൽ 30 ഡിഗ്രി, ഡോട്ട് പഞ്ച് 60 ഡിഗ്രി, സെൻറ്റർ പഞ്ച് 90 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം, നമുക്ക് PDC എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാം, PDC.
ഓക്കെ PDC അത് 30 ഡിഗ്രി, ആദ്യത്തെ 30 ഡോട്ട് 60 ഡിഗ്രി സെൻറ്റർ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കും, പ്രിക് പഞ്ചിൻ്റെ കട്ടിങ് ആംഗിൾ എത്ര ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാം, PDC എന്ന് പറഞ്ഞ് ഓർത്തിരുന്നത് 30, 60, 90 എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്കുകൾ വെച്ചിട്ടൂടെ പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് ഓപ്പണായിട്ട് പറഞ്ഞാൽ സിലബസിൽ നമുക്കുള്ളത്. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ഡ്രിൽ നോമൻക്ലേച്ചർ, ഒരു ഡ്രില്ലിൻ്റെ ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെയൊക്കെ നോമൻക്ലേച്ചർ ഉണ്ട്. അതിന് ഒരു ട്വിസ്റ്റ് ഡ്രില്ലിന് ഓരോ പാർട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ വെബിനാർ വീഡിയോ ഒന്ന് കാണാൻ, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ടാപ്പ്, ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക്, ടാപ്പ് എക്സ്ട്രാക്ടർ, ഇന്നർ ത്രെഡൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടാപ്പും ഡൈയൊക്കെ എക്സ്റ്റേണൽ ത്രെഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതും 5 മാർക്കിനേ ഉള്ളൂ. വെയിറ്റേജ് കുറവാണ്. സ്റ്റിൽ നമുക്ക് 1 മാർക്ക് പോലും നമുക്ക് വിടാൻ പറ്റില്ല. ആ മോഡ്യൂളിന് ബാക്കിയുള്ള മോഡ്യൂളിൽ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്തേ പറ്റൂ. അത്ര ഏരിയ നമുക്ക് കവർ ചെയ്യുന്നുമുണ്ട് ആക്ച്വലി. അപ്പോൾ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് കൂടുതലും ലെയ്ത്ത് കമ്പോണൻസിനെ പറ്റിയാണ്. ലെയ്ത്ത് അല്ലെ, നമ്മുടെ ടേണിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്താണ്? ലെയ്ത്താണ്. ടേണിംഗ് മെഷീൻ എന്ന് പറയുന്നത് ലെയ്ത്താണ്. അപ്പോൾ ലെയ്ത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു ട്രേഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്താണ്? ടേണിംഗ് മെഷീൻസ് ആണ്, അല്ലെ ലെയ്ത്ത് ആണ്. അത് 10 മാർക്കിനുണ്ട്. അപ്പോൾ എന്താണ് ലെയ്ത്തിൻ്റെ മെയിൻ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ, ലിവർ പൊസിഷൻ, ലൂബ്രിക്കേഷൻ പോയിന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ലെയ്ത്ത് നമുക്ക് പഠിക്കേണ്ടി വരും. ക്ലാസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്, ഡെഫിനേഷൻ ഓഫ് മെഷീൻ ആൻഡ് മെഷീൻ ടൂൾസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്, ലെയ്ത്ത് സ്പെസിഫിക്കേഷൻ, ലെയ്ത്ത് ഫംഗ്ഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ലെയ്ത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ ഓരോ ലെയ്ത്തിൻ്റെ പാർട്ട്, ഇപ്പോൾ ഒരു ബെഡ് എടുക്കുകയാണെങ്കിൽ ബെഡിൻ്റെ മെറ്റീരിയൽ എന്താണ്, എന്തുകൊണ്ടാണ്, ഏത് മെറ്റീരിയലും കൊണ്ടാണ് ആ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കണം. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ലെയ്ത്ത്, ബെഡ്, ടെയിൽ സ്റ്റോക്ക്, ക്യാരിയേജ്, സാഡിൽ, കോമ്പൗണ്ട് റെസ്റ്റ്, അങ്ങനെ പല ഡിഫറെൻറ്റ് പാർട്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ പർപ്പസും ഓരോന്നിൻ്റെ മെറ്റീരിയലും അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കാനുണ്ട്. ടൈപ്പ് ഓഫ് ലെയ്ത്ത് ഡ്രൈവുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈവ് ഉണ്ട്, ഗിയർ ഡ്രൈവ് ഉണ്ട്, പുള്ളി ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കണം. ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ്, ടൈപ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് കാർബൈഡ് ടൂൾസ്, അങ്ങനെ കുറേ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ലെയ്ത്ത് ആക്സസറീസ്. ഇപ്പോൾ ലെയ്ത്ത് ആക്സസറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലെയ്ത്തിൽ നമ്മൾ പല ഓപ്പറേഷൻസ് ചെയ്യും അല്ലേ, ടേണിങ്, ഫേസിങ് പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വർക്കിനെ അവിടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചക്ക് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടൂളിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ പല ആക്സസറീസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് വരുന്നതനുസരിച്ച് പല ആക്സസറീസ് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഹോളോ വർക്ക് പീസ് ആണെങ്കിൽ നമുക്കവിടെ ഒരു ചിലപ്പം മാൻഡലായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ പല വർക്ക് ഹോൾഡിംഗ് ഡിവൈസസുകൾ ഉണ്ട്, അല്ലെങ്കിൽ പല ലെയ്ത്ത് ആക്സസറീസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ലെയ്ത്ത് ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയ്ത്ത് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് 10 മാർക്കിൻ്റെ വെയിറ്റേജ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും നമുക്ക്, അല്ല പ്രതീക്ഷിച്ചാലും നമുക്ക് തെറ്റ് പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന വെയിറ്റേജ് ഒന്നും കറക്റ്റ് അതുപോലെ ചോദിക്കണമെന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ വരും. ഇവർ തന്നിരിക്കുന്നെങ്കിലും PSCയുടെ കാര്യമാണ്, എക്സാക്ട് 10 ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല വരുന്നത്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ലെയ്ത്ത് എന്ന് പറയുന്നിടത്ത് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്കുകൾ നോക്കുക. അടുത്ത മോഡ്യൂൾ 4 എന്ന് പറയുന്നത് 10 മാർക്ക് വെയിറ്റേജിന് ചോദിച്ചിരിക്കുന്നത് വെർനിയർ കാലിപ്പേഴ്സിനെ പറ്റിയാണ്. വെർനിയർ കാലിപ്പർ അതിൻ്റെ ലീസ്റ്റ് കൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ, വളരെ എളുപ്പമുള്ള ഏരിയാസാണ്. അതുപോലെ ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ, ഔട്ട്സൈഡ് മൈക്രോമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോമീറ്റേഴ്സ്, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ഇൻസൈഡ് മൈക്രോമീറ്ററും ഡിജിറ്റൽ മൈക്രോമീറ്ററും ഒക്കെ ഉണ്ട്. അപ്പം മെട്രിക്, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, അപ്പോൾ ഓരോന്നും ഓരോ പർപ്പസാണ്. ഇപ്പം എന്താണ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എടുത്ത് നോക്കിയാൽ അത് ഒരു പർട്ടിക്കുലർ കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ പർപ്പസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് ആ ബുക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആ രീതിയിലായിരിക്കും. ഇന്ന കാര്യത്തിന് വേണ്ടി ഏത് മൈക്രോമീറ്ററാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അത് എറർ ഇൻ മൈക്രോമീറ്റർ, ഡിജിറ്റൽ മൈക്രോമീറ്റർ, ഓൾറെഡി ഡിജിറ്റൽ മൈക്രോമീറ്റർ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളാണ് വെർനിയർ കാലിപ്പറും മൈക്രോമീറ്ററും. അതാണ് ഈ മോഡ്യൂൾ 4 വരുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടേർണറിനെ സംബന്ധിച്ച് മെഷറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു മോഡ്യൂളും സെപ്പറേറ്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത മോഡ്യൂൾ 5 വീണ്ടും
നമുക്ക് എന്താണ് കട്ടിംഗ് സ്പീഡും ഫീഡും ജനറലായിട്ട് ഒരു മെഷീനിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾ ജനറലായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് കട്ടിംഗ് സ്പീഡ്, എന്താണ് ഫീഡ്, എന്താണ് ഡെപ്ത് ഓഫ് കട്ട് എന്നൊക്കെ നമ്മൾ മിനിമം അറിയണം അല്ലേ. അപ്പോൾ അതിൻ്റെ ചെറിയ ഈക്വേഷൻസും അതിൻ്റെ യൂണിറ്റുകളും സാധനങ്ങളും ഒക്കെ കാണും. പിന്നെ ബേസിക്കലി ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ നമുക്ക് പറയുന്നത്. കാൽക്കുലേഷൻ ഇൻവോൾവിങ് കട്ടിംഗ് സ്പീഡ്, അപ്പോൾ അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് നോക്കി വെച്ചേക്കുക. ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോമീറ്റേഴ്സ്, വീണ്ടും മൈക്രോമീറ്റർ ഇവിടോട്ട് വരുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോമീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രില്ലിൻ്റെ പാർട്സും അല്ലെങ്കിൽ നോമൻക്ലേച്ചറൊക്കെ നമ്മൾ അപ്പുറത്ത് പഠിച്ചതാണ്. അത് വീണ്ടും ഇവിടെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രിൽ പാർട്സ്, ടൈപ്പ് സൈസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഫീഡ് ഇൻ ഡ്രില്ലിങ്ങിലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ബോറിങ്, കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിങ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഡ്രില്ലിംഗ് ഓപ്പറേഷൻ്റെ ഡ്രില്ലിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുവാണ് റീമിങ് എന്ന് പറയുന്നത്, എന്തുവാണ് ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൾറെഡി ഡ്രിൽഡ് ഹോളിനെ എൻലാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോറിംഗ് എന്ന് പറയുന്നത്. റീമിംഗ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, ഓൾറെഡി ഉള്ളൊരു ഹോളിൻ്റെ ഉൾവശം ഫിനിഷ് ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോറിംഗ് ടൂൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റീമേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീമേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു ടർണറിനെ സംബന്ധിച്ച് ഈ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ ടൂളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതാണ്. ആ ഒരു ട്രേഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തത് മോഡ്യൂൾ 6 ലൂബ്രിക്കൻ്റ് ആൻഡ് കൂളൻ്റ്. അപ്പോൾ ലൂബ്രിക്കൻസ് നമുക്കറിയാം, ലൂബ്രിക്കൻസ് ഇവിടെ എല്ലാം മെഷീനിങ് നടക്കുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കൻസും സിസ്റ്റംസ് ഓഫ് ലൂബ്രിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ലൂബ്രിക്കൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കവിടെ ആ ഒരു മോഡ്യൂൾ പഠിക്കാനുള്ളത്. അടുത്ത നെർലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. നെർലിംഗ് നമുക്കറിയാം എന്താ, ചെറിയ ഒരു ഗ്രിപ്പ് ഒരു ഡയമണ്ട് ടൈപ്പ് പാറ്റേൺ നമ്മൾ നമ്മുടെ വർക്ക് പീസിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ നെർലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സാധാരണ നെർലിംഗ് പഠിക്കുന്നതിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ലേറ്റ് മാൻഡ്രിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ലേറ്റ് മാൻഡ്രിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ കുറച്ച് ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ 5 മാർക്കിനുള്ള ടോപ്പിക്കുമാണ്. അടുത്ത മോഡ്യൂൾ 7 എന്ന് പറയുന്നത് 10 മാർക്കാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഓക്കെ, ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്, ഇൻ്റർചേഞ്ചബിലിറ്റി ഒക്കെ നമ്മൾ മിക്കവാറും എല്ലാ എക്സാമുകൾക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുമായിരിക്കും ഇത്. ഓക്കെ, അതുപോലെ ഹോൾ സിസ്റ്റം, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം, ഹോൾ ബേസിസ് സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. വീണ്ടും ഉള്ളത് ഡ്രൈവിംഗ് പ്ലേറ്റ് ആൻഡ് ഫേസ് പ്ലേറ്റ്. നമുക്കറിയാം ഇതും വർക്ക് ഹോൾഡിംഗ് ഡിവൈസുമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആയിട്ട് കയറി വരുന്നുണ്ട്. അതായത് വർക്ക് ഹോൾഡിങ്ങിലെ പല സാധനങ്ങളും പലയിടത്തായിട്ട് വരുന്നുണ്ട് അല്ലേ. അത് പക്ഷേ കുഴപ്പമില്ല, ആ ബുക്കിൽ നമുക്ക് ആ ഒരു ഓർഡറിലായിരിക്കും തന്നിരിക്കുന്നത്, നമുക്ക് അതനുസരിച്ച് അങ്ങ് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ ടോപ്പിക് എവിടെയാണോ ഉള്ളത് അത് പോയി നോക്കി ആ ഒരു ഏരിയയിൽ പഠിക്കുക. ലെയ്ത്ത് സെൻറ്റേഴ്സ്, ലെയ്ത്ത് ക്യാരിയർ, ഇതെല്ലാം എന്താണ് നമുക്ക് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ലെയ്ത്ത് ആക്സസറീസ് ആണ്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണെന്ന് ഓർക്കുക. ഓക്കെ, മാഗ്നറ്റിക് സ്റ്റാൻഡ്, ഡയൽ ഇൻഡിക്കേറ്റർ, ടൂൾ പോസ്റ്റുകൾ, അപ്പം ടൂളിനെ ഹോൾഡ് ചെയ്യാനുള്ള ടൂൾ പോസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടുത്തത് അത് 10 മാർക്കിനാണ് വെയിറ്റേജ് വരുന്നത്. അടുത്ത മോഡ്യൂൾ 8 15 മാർക്കിനാണ് നമുക്ക് മോഡ്യൂൾ 8 വരുന്നത്. അതിൽ ടേപ്പറിങ് മെത്തേഡ്സ് ആണ് പറയുന്നത്. അതായത് നമുക്കൊരു ടേപ്പേർഡായിട്ടുള്ളൊരു സർഫസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേപ്പറിങ് മെത്തേഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്പേഴ്സ് ഉണ്ട്. മോർസ് ടേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്പർ പറയുന്നുണ്ട്, അല്ലെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ്, ഓരോ കാര്യങ്ങൾക്കും ഏത് ടേപ്പറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയണം. മെത്തേഡ് ഓഫ് ടേപ്പർ ടേണിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് അറിയണം. ഈ പറഞ്ഞ സ്വീലിംഗ്, കോമ്പൗണ്ട്, സ്ലൈഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് ഈ ടേപ്പറിങ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതാണ് മോഡ്യൂൾ 8. 15 മാർക്കിനാണെങ്കിലും വളരെ കുറച്ച് ടോപ്പിക്കുള്ളെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ടിയിരിക്കുന്നത്. കാര്യം 15 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് മോഡ്യൂൾ 9 15 മാർക്കിനാണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് സ്ക്രൂ ത്രെഡ്സ് ഒക്കെയാണ്. സ്ക്രൂ ത്രെഡ്സിനെ പറ്റിയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ത്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ
മെട്രിക് ത്രെഡൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതും അതിൻ്റെ ആംഗിളുകളും എല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, 55 ഡിഗ്രി വരുന്ന ഏതിനാണ്, ഇപ്പോൾ ബ്രിട്ടീഷ് അസോസിയേഷൻ ആണോ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് BSW ത്രെഡിനാണോ, അല്ലെങ്കിൽ മെട്രിക് ത്രെഡിന് എത്ര 60 ഡിഗ്രിയാണ് വരുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ, അങ്ങനെയുള്ള സാധനങ്ങളും അതിൻ്റെ ഷേപ്പുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ റൂട്ടിൽ എന്ത് ഷേപ്പാണ്, ക്രസ്റ്റിൽ എന്ത് ഷേപ്പാണ്, ഈ പറഞ്ഞാൽ എന്താണ് റൂട്ട്, എന്താണ് ക്രസ്റ്റ്, എന്താണ് ഫ്ലാങ്ക്, അങ്ങനെയുള്ള ഒരു സ്ക്രൂ ത്രെഡിൻ്റെ നോമൻക്ലേച്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അതിവിടെ അത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം ഈ സിലബസിൽ പറഞ്ഞേക്കുന്ന ലൈനിലുപരി ആ നിമിയിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതൊന്നും ചിലപ്പോൾ ഈ സിലബസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അതേ പഠിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നോക്കല്ലേ. അതിൻ്റെ നോമൻക്ലേച്ചർ മുതൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ അതിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പം കൂടുതൽ നിങ്ങൾ ഈ സിലബസ് നോക്കുക, സിലബസ് നോക്കിയിട്ട് നിമി ബുക്കിൽ എന്തൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ആ ഒരു ഏരിയ എല്ലാം പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾ വിട്ടുപോകരുത്. കാര്യം 15 മാർക്കിന് ഇത്രയും ടോപ്പിക്ക് ഈ സിലബസിൽ കാണുന്ന ലൈൻ മാത്രം ഒന്ന് പഠിച്ചിട്ട് പോയാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുക, ആ നിമി ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മളവിടെ പഠിക്കാൻ. ഓക്കെ, അടുത്തത് ഡ്രൈവ് ട്രെയിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈവ് ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഗിയർ ഡ്രൈവ്, അപ്പം അവിടെ നമുക്ക് എന്താ പഠിക്കേണ്ടത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈവ്സ് ആണ്. ഗിയർ ഡ്രൈവും ചെയിൻ ഡ്രൈവും ഒക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ പഠിക്കുക. ചെയിൻ ഡ്രൈവോട് എക്സ്ട്രാ പഠിക്കുക. ഗിയർ ഡ്രൈവിൽ തന്നെ ഗിയറിൻ്റെ നോമൻക്ലേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈവ്സും നമ്മൾ പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. 15 മാർക്കിനുണ്ട് ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, അടുത്തതായിട്ട് മോഡ്യൂൾ 10, ലാസ്റ്റ് മോഡ്യൂൾ 15 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് CNC പറ്റിയാണ്. ഇൻട്രൊഡക്ഷൻ ടു CNC എന്താണ്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ അല്ലേ. മാനുവൽ ലെയ്ത്തും അല്ലെങ്കിൽ മാനുവൽ ഡ്രില്ലിംഗ് മെഷീനും ഒക്കെ മാറിയിട്ട് ഇപ്പോൾ എന്താണ് മാസ് പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേക്കും അല്ലാതെ കുറച്ചുകൂടെ കൂടുതൽ പ്രൊഡക്ഷനൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലെയ്ത്തുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ടേംസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു CNC മെഷീൻ്റെ സ്പെസിഫിക്കേഷന്, പിന്നെ അതിൽ പല ആക്സിസുകളും കാര്യങ്ങളും കോർഡിനേറ്റ് സിസ്റ്റം ആക്സിസുകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചൊക്കെ നമ്മൾ ഓരോ പ്രോഗ്രാമൊക്കെ റൈറ്റ് ചെയ്യുന്നത്. ആ പ്രോഗ്രാമൊക്കെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവിടെ എന്ത് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് വരുന്നത്, കൺസെപ്റ്റ് ഓഫ് കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് മെഷീൻ ആക്സിസ്, CNC ടേണിംഗ്. ഓക്കെ, CNC ടേണിംഗ് മെഷീൻസ്, CNC ടേണിംഗ് മെഷീൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ്. പ്രിപ്പറേഷൻ ഓഫ് പാർട്ട് പ്രോഗ്രാമിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പാർട്ട് പ്രോഗ്രാം നമുക്കവിടെ G കോഡും M കോഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ XYZ കോർഡിനേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്, പാർട്ട് പ്രോഗ്രാമിംഗ് റൈറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന കോഡുകളും എന്തൊക്കെ കോഡുകൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കണം. പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് ഓഫ്സെറ്റ്, അതിൽ കുറേ ടെക്നിക്കൽ സാധനങ്ങളാണ് ഇത് പറയുന്നത്. കട്ടിംഗ് പാരാമീറ്റേഴ്സ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒന്ന് നോക്കണം. പിന്നെ അതിന് ഡിസ്ക്രൈബ് ടൂളിംഗ് സിസ്റ്റം ഫോർ ടേണിംഗ്, നമ്മൾ ആ ടേണിംഗ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. വർക്ക് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓഫ് സെറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ളതിലുപരി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, ISO നോമൻക്ലേച്ചർ ഫോർ ടേണിംഗ് ടൂൾ ഹോൾഡറിന് വേണ്ടിയുള്ള ISO നോമൻക്ലേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതേതൊക്കെയാണ്, ബോറിംഗ് ടൂൾ ഹോൾഡർ, അതൊക്കെ ബേസിക് ആയിട്ട് ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്ന കുറേ ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ CNC എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് അത്ര കോമൺ ആയിട്ടുള്ള ഏരിയ അല്ല, എല്ലാവർക്കും അറിയണമെന്നില്ല, മറ്റ് എക്സാമ്പിൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇതിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക. 15 മാർക്കിന് വെയിറ്റേജും ഉണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസ്. ഞാൻ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് ഉറപ്പായിട്ടും കാണുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളോട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഓരോ മോഡ്യൂളുകളിലും ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. വൺസ് കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിമി ബുക്ക് ഒരു 2-3 വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക, മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള നമ്മുടെ 2 മാസം അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഒരു റിവിഷനും അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെയും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയും തുടങ്ങാവുന്നതേ ഉള്ളൂ. എക്സാമിന് കൺഫർമേഷൻ എത്രയും വേഗം കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പം ക്ലാസ്സുകളെ പറ്റിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വളരെ ഫോക്കസ് കൊടുത്ത് മാത്രം നിങ്ങൾ പഠിക്കുക. അതൊരു
നേരം പോക്കിന് വേണ്ടി പഠിക്കാൻ നിൽക്കണ്ട, നല്ല ഫോക്കസ് കൊടുത്ത് ഒരു 2.5 മാസമേ ഉള്ളൂ, ഒരു ടോപ്പ് 10ൽ വരുമെന്നുള്ളൊരു വാശിയോടുകൂടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.